വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും തന്നെ UDF സ്ഥാനാർത്ഥികളാകും. ദില്ലിയിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് തീരുമാനം. ആലപ്പുഴ സീറ്റിൽ തീരുമാനമായില്ല. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണോ? രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നോ, അതോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണോ ഇന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിയിൽ ചർച്ചയായത്? ബിനിൽ, കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇന്നിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടായത്. അതും കേരളം, അതോടൊപ്പം തന്നെ കർണാടക, തെലങ്കാന, ലക്ഷദ്വീപ് എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടായത് എന്ന് പറയാം. ഇന്നിപ്പോൾ ചർച്ചയിൽ പ്രധാനമായും ഇനിയിപ്പോൾ തീരുമാനം ആകാൻ ഉള്ളത് അത് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ മത്സരിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. അതോടൊപ്പം തന്നെ പക്ഷേ പ്രതിസന്ധികൾ ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നു. പ്രധാനമായും 3 പേരുകൾ ഇപ്പോഴും പരിഗണനയിലേക്ക് ഉണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഒന്ന് ഷാനിമോൾ ഉസ്മാനാണ്, 2 A ഷുക്കൂർ, 3 നിലവിലത്തെ എറണാകുളം DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരും പരിഗണനയിൽ ഉണ്ട്. പ്രധാനമായും മുസ്ലിം പ്രാതിനിധ്യം വേണം എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം വനിതാ സംവരണവും പ്രത്യേകിച്ച് വനിതാ പ്രാതിനിധ്യവും ആവശ്യമായുണ്ട്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ, കോൺഗ്രസിന്റെയും UDFിന്റെയും നോക്കുകയാണെങ്കിൽ അതിൽ നിലവിൽ ഇതുവരെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഇല്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. BJPയുടെ ആണെങ്കിലും CPIയും അതോടെ CPM ആണെങ്കിൽ പോലും വനിതാ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുസ്ലിം പ്രാതിനിധ്യം അതോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം എന്നീ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുന്നത്. അതേസമയം മുഹമ്മദ് ഷിയാസ് മത്സരിക്കാനില്ല എന്ന നേതൃത്വത്തെ അറിയിച്ചു എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതേസമയം കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനം ആയിട്ടുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് സമിതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിലൊരു അഭിപ്രായം ഇനിയും നോബിൾ, ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരുൾപ്പെടെ ചർച്ചയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മറ്റൊരു ദേശീയ നേതാവ് കൂടി കേരളത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ KC വേണുഗോപാലിന്റെ പേര് അവിടെ നിന്ന് മാറാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ രാഹുൽ ഉൾപ്പെടെയുള്ള മറ്റാരുടെയൊക്കെ പേരുകളുണ്ട്? രണ്ടാമതായി, ഈ കനകോലുവിന്റെ റിപ്പോർട്ടിൽ പേരുണ്ടായിരുന്ന പ്രത്യേകിച്ച് ചാലക്കുടി, തൃശൂർ, ഒപ്പം തന്നെ മാവേലിക്കര, പത്തനംതിട്ട നിലവിലെ സിറ്റിംഗ് MPമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ബിനിൽ, സിറ്റിംഗ് MPമാരുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് അവിടെ നിന്ന് ഉള്ളത്. പ്രധാനമായും സിറ്റിംഗ് MPമാർ എല്ലാവരും മത്സരിക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും മറ്റ് മണ്ഡലങ്ങൾ, അത് ചാലക്കുടി ആകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. കണ്ണൂരിൽ കെ സുധാകരനും ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്ന് തീരുമാനമായിരിക്കുന്നു. സിറ്റിംഗ് MPമാർ ആരും മാറാനിടയില്ല. ആലപ്പുഴയുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനം വരാനുള്ളത്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മാറിയാൽ പകരം ആര് വരും എന്നുള്ള കാര്യമാണ് ആകാംക്ഷയിൽ നിൽക്കുന്നത്. എന്തായാലും ചർച്ചകൾ രാത്രി വൈകിയും തുടരുകയാണ്. നോബിൾ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.